പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടുക്കിയിലേക്കൊന്ന് പോയാൽ ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. ഹമീദ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കുടുംബവഴക്കിനെ തുടർന്നാണ് മകൻ മുഹമ്മദ് ഫൈസൽ, മരുമകൾ ഷീബ ഇവരുടെ മക്കളായ മെഹ്റിൻ, അസ്ന എന്നിവരെ പ്രതി ക്രൂരമായി തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. വീട്ടിന്റെ കുറ്റിയൊക്കെ ഇട്ടിട്ട് വീടിനുള്ളിലേക്ക് ഈ പെട്രോൾ ഒഴിച്ച് പിന്നീട് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാവിധ പരിശോധനകളും സാക്ഷിമൊഴികളും ശാസ്ത്രീയ പരിശോധനയും എല്ലാം ഈ ഹമീദിന് എതിരായിരുന്നു. 71 സാക്ഷികളെ വിസ്തരിച്ച കേസാണ്. ശരണുണ്ട് നമുക്കൊപ്പം. ശരൺ, നാടിനെ നടുക്കിയ വലിയ കൊലപാതകമായിരുന്നു ഈ ചീനിക്കുഴിയിൽ സംഭവിച്ചത്. നമ്മളാരും ആ വാർത്ത കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു ഞെട്ടലുണ്ട്. ഒരു കുടുംബത്തെ മുഴുവൻ, അതും സ്വന്തം മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും അടക്കമാണ് വീടിനുള്ളിൽ പൂട്ടിയിട്ട് തീ കൊളുത്തി കൊന്നുകളഞ്ഞത്. പരമാവധി ശിക്ഷ കിട്ടും എന്ന് തന്നെയല്ലേ പ്രോസിക്യൂഷന്റെ വിശ്വാസം? ശരൺ, അരുൺകുമാർ, അത്തരത്തിൽ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ആ വിധത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൂടിയാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2022 ഏറെ ഞെട്ടിപ്പിക്കുന്ന ഈ പൈശാചികമായിട്ടുള്ള കൊലപാതകം ചീനിക്കുഴിയിൽ നടക്കുന്നത്. അന്ന് ഈ പ്രതിയായ ഹമീദ് സ്വന്തം മകനായ മുഹമ്മദ് ഫൈസൽ, മരുമകൾ ഷീബ, ഇവിടെ മക്കളായ മെഹ്റിൻ, അസ്ന എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. പോലീസ് പ്രതിയെ പിടികൂടുന്നു. അതിനുശേഷം ഏകദേശം 2 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റക്കാരനാണെന്നുള്ളത് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നത്. അതിലാണ് ശിക്ഷാവിധി ഇന്ന് കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം ശിക്ഷയിന്മേലുള്ള വാദം നടന്നിരുന്നു. അപ്പോൾ പ്രതിഭാഗം ആവശ്യപ്പെട്ടത് ഈ പ്രായാധിക്യമുണ്ട് ഇയാൾക്ക്, അതുകൊണ്ട് തന്നെ ഇതിൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് ഈ 4 പേര് നിസ്സഹായരായ ആളുകളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഒരു ഇളവും ഇയാൾ അർഹിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇതിൽ ശിക്ഷാവിധി പുറപ്പെടുവിക്കുക. നേരത്തെ 2022 കുടുംബവഴക്കിനെ തുടർന്ന് ഈ കൊലപാതകം നടക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പഴുതും അടച്ച് ഈ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും അടച്ചുള്ള ഒരു കൊലപാതകമാണ് ഇയാൾ നടത്തിയെന്നുള്ളതാണ്. ഈ 4 പേരും കിടന്നുറങ്ങിയിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടുന്നു. അതിനുശേഷം ജനാലയിലൂടെ ജനാലയിലൂടെ ഈ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊളുത്തുകയാണ് ചെയ്തത്. ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഹമീദ്, ഒന്ന് ആലോചിച്ചു, എത്ര ക്രൂരനായിരുന്നിരിക്കണം ഇയാൾ. സ്വന്തം മകനെയും സ്വന്തം കൊച്ചുമക്കളെയും ഒരു മുറിയിലിട്ട് പൂട്ടുക. സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ആ കുടുംബവഴക്കിന് കാരണമെന്നാണ് അറിയുന്നത്. എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? പ്രായാധിക്യമുള്ളത് കൊണ്ട് ശിക്ഷയ്ക്ക് ഇളവ് വേണ്ടി നടക്കുക. എന്തെങ്കിലും ശിക്ഷ ഇളവ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ശിക്ഷ ഇളവ് കൊടുക്കുകയുമില്ല. മാത്രമല്ല, പരമാവധി ശിക്ഷ കിട്ടും. ബാക്കിയുള്ള കാലം ജയിലിൽ ജീവിച്ച് കഴിയാം എന്നുള്ളതാണ്. എന്താണല്ലേ, ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഒരു കുടുംബത്തെ തന്നെ, സ്വന്തം മക്കളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ ഒരു ഭാഗത്ത്, ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് ഒരു അമ്മയെ ഇല്ലാതാക്കിയ മകൻ മറുഭാഗത്ത്. എന്താണോ പ്രിയപ്പെട്ടവരെ,